ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഈ ഹൈദരാബാദൊക്കെ പോയിട്ട് ഫേസിലൊന്ന് ടാനൊക്കെ അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാം. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കഴിയുന്ന എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും നോക്കിയിട്ട് ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. എനിക്കതാ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനപ്പോൾ രണ്ട് ടൈപ്പായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തരിതരിപ്പായിട്ടാണ്, മറ്റൊന്ന് ഞാൻ എടുത്തേക്കുന്നത് അതിനേലും കുറച്ചും കൂടെ ഞാൻ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ പൗഡറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ റിസൾട്ട് കിട്ടാൻ അതാ നല്ലത്. നമുക്കപ്പോൾ ഇത് ഫേസിലേക്ക് ഇടാനായിട്ട് ഞാനിപ്പം എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഫേസിലും ഞാൻ കയ്യിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കയ്യിലിടുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസിൽ തന്നെ അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് പാലാണ്. നമ്മളിവിടെ ഇതിപ്പോൾ പശുവും പാലാണ്. നിങ്ങൾക്ക് സാധാരണ പാക്കറ്റ് പാലാണെങ്കിലും അതാണെങ്കിലും ചേർത്താൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ പാലൊഴിക്കാൻ പോവാണ്. ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. കാര്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ലൂസായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാനപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി. അപ്പം ഞാൻ ഈ ഒരു ഇതിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഓട്സ് എന്തായാലും ഉണ്ടാവുമല്ലോ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ആയതുകൊണ്ട് ഇത് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും പാക്ക് ആണെങ്കിലും ഞാൻ പറഞ്ഞേനെ, നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ വീട്ടിൽ കിട്ടുന്ന തന്നെയാണ്. ഓട്സിനോടൊന്നും അങ്ങനെ അലർജി ഉള്ളതായിട്ട് അങ്ങനെ ഞാൻ ഒരാൾക്കും അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസിൽ ഇടുന്നതെല്ലാം കഴുത്തിൽ, കാര്യം ഇത് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴുത്തിലും കൂടി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എന്തായാലും കഴുത്തിലും കൂടെ ഒന്ന് ഇട്ടിട്ട് വരാം. ഞാൻ നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൈ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് ക്ലെൻസ് ചെയ്യാനാണല്ലോ, അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 to 5 minutes ഞാൻ എന്തായാലും മസാജ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പിന്നെ നമുക്ക് ഈ പാല് കുറച്ചുകൂടെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് അത്ര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ എടുത്തത്. ഞാൻ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വാട്ടറിൽ, ഇനി വേണമെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കൂടുതലും ഈ നെറ്റിയുടെ ഭാഗത്താണ് ടാൻ അടിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. മസാജ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു 5 minutes മസാജ് ചെയ്തിട്ട് വരാം. ഞാനപ്പോൾ മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 minutes കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഇവിടെ ചെറുതായിട്ട് കറണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് കാരണം ഒത്തിരി നേരം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2 to 5 minutes വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ആ 5 minutes മസാജ് ചെയ്യണമെന്നില്ല. 2 minutes മസാജ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു 3 minutes ഫേസിൽ അത് ഇരിക്കട്ടെ. അതിന് ശേഷം അത് റിമൂവ് ചെയ്ത് കളയാം. ഞാനപ്പോൾ റിമൂവ് ചെയ്യാനേ. ഞാൻ ഇത് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഓട്സ് നമ്മളങ്ങനെ പലരും അങ്ങനെ അറിയാതെ പോകുന്നൊരു സാധനമാണ്. ഞാനും കുറേ വർഷങ്ങൾ ഓട്സൊക്കെ കഴിക്കാനൊക്കെ എടുക്കുമായിരുന്നെങ്കിലും ഫേസിലിടണം എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളിതുപോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഓരോ വീഡിയോ ഒക്കെ കാണുമ്പം ഓട്സിന് ഇത്രയും വലിയ ഗുണമുണ്ടല്ലേ എന്ന് അറിയണത്. പറഞ്ഞ് കേട്ടപ്പോൾ എന്നാൽ ഒരു തവണയെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. എല്ലാവരും പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ വരുന്നെങ്കിലും പറ്റില്ല കേട്ടോ. ഇപ്പോഴും എൻ്റെ മുടിയിലൊക്കെ നിറച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് വേണം ഈ പാക്ക് ചെയ്യാൻ. തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു പാക്കല്ല. അപ്പോൾ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീണ്ടും ഓട്സ് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹണിയാണ് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ഹണി ഒഴിക്കുവാണേ. ഹണി ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ വേണം, ഒത്തിരി ലൂസായിട്ട് എടുക്കരുത്. ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഇതിലെടുക്കുവാണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത പാല് മിക്സ് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയും ആക്കിയിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല വ്യത്യാസം ഉണ്ടല്ലേ?
ബ്രഷൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. തേനൊക്കെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ കൊണ്ട് തേക്കുന്നത് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് മസാജ് ചെയ്യാനായിട്ട് കൈ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷ് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ബ്രഷിൽ കിട്ടില്ല, ഇത് തേനായതുകൊണ്ട് വരില്ല ഫേസിലേക്ക്. അപ്പോൾ നമ്മൾ നല്ല പോലെയൊക്കെ തേൻ കുറച്ച് ടൈറ്റനിങ് ആകാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേൻ മാത്രം ഒഴിച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ മസാജ് ചെയ്യാനായിട്ടും. ഞാനിപ്പം ഇത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. കാര്യം ഇതിന് കുറച്ച് കളർ കൂടെ ചേഞ്ച് കിട്ടാറുണ്ട് ഈ തേനിടുമ്പോൾ. കഴുത്ത് ഒഴിവാക്കിയാൽ ഓൾറെഡി എൻ്റെ കഴുത്തും ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുള്ളതാണ്. അപ്പം ഞാൻ കഴുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് റോസ് വാട്ടർ ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെയുള്ള നെസ്റ്റോ ഒന്ന് ഇതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു 4-5 ടൈപ്പ് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലുകൾ അവരൊരു പാക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫേസിൽ. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മസാജ് ചെയ്യാം. ഒത്തിരി ഹാർഡായിട്ട് ചെയ്യണ്ട കേട്ടോ, നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ചെയ്യാം. ഞാനത് ആദ്യത്തെ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ചെയ്താൽ മതി. കാര്യം ഇത് നല്ല തരിതരിപ്പായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടേ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് സ്ക്രാച്ച് വീഴും. നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഒരു 2-3 മിനിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, മസാജ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഞാനത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ വീഡിയോ ഓൺ ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇത്രയും ഒരു ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ വീഡിയോ ഓണല്ല. ഞാനിപ്പോൾ രണ്ടാമത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാനിത് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഓട്സ് വീട്ടിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഒരു ഫേഷ്യൽ ടിഷ്യൂ വാങ്ങിയിട്ടാണ് ഞാനിത് ഇപ്പം റിമൂവ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് സ്പോഞ്ച് വാങ്ങേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് വാഷ് ചെയ്തിട്ട് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ അത് ഫേസിൽ തന്നെ നമ്മളത് യൂസ് ചെയ്യാറില്ല. ഞങ്ങളത് കിച്ചണിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പില്ലേ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ ഈ ഒരു ഫേഷ്യൽ ടിഷ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഈ വാഷ് ചെയ്ത് ഉണക്കിയത് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറണ്ട് പോയിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് വന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാക്കിന് വേണ്ടിയുള്ള ഐറ്റംസ് മിക്സ് ആക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കണം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ട തൈര്, ഒത്തിരി പുളിയില്ലാത്തത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി, അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ ഓട്സ് ചേർത്തിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിന് നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് എടുക്കുമ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കയ്യിലൊക്കെ ഇടാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്വാണ്ടിറ്റി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ എന്തായാലും ഡ്രൈ ആവുന്നവരെ നിന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എക്സ്ട്രാ പറയാനുണ്ടായിരുന്ന ഒരു കാര്യം നേരത്തെ ഞാൻ വിട്ടുപോയതാണ്, മറന്നുപോയി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സും പിന്നെ തൈര് അതുപോലെ കോഫി പൗഡർ, ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള 2 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പക്ഷെ അതുകൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പം ഇതിനകത്തിപ്പം കോഫി പൗഡറിന് പകരം കടലപ്പൊടി മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ല പാൽപ്പൊടി മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് കോഫി പൗഡർ, കടലപ്പൊടി, മിൽക്ക് പൗഡർ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് എൻ്റെ അടുത്ത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാനത് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ചെയ്യണമെന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയി. ഒന്നാമതേ എൻ്റെ ക്യാമറമാൻ അത്ര ശരിയല്ല, അത് കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. ഞാൻ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, പക്ഷെ അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതാ പ്രശ്നം. ഈ ഒരു പാക്ക് ഇടുമ്പോഴേ എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം സംസാരിക്കരുത്. ഒത്തിരി ഡ്രൈ ആയിട്ട് സംസാരിക്കുമ്പോൾ
ഫേസിൽ ചുളുക്കുകൾ വരും, അത് ചുളിവുകൾ വരും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റെങ്കിലും മിണ്ടാതിരിക്കുക എവിടെയെങ്കിലും. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, വീണ്ടും മറന്നുപോയി ഗൈസ്, ഞാൻ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് വെയിലടിക്കുന്ന എല്ലാ ഭാഗത്തും, അതായത് നമ്മുടെ കാലിൽ കയ്യിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ടാൻ റിമൂവ് ആവും. അതുപോലെ അണ്ടർ ആംസിൽ യൂസ് ചെയ്യേണ്ടവർക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനതുപോലെ ഇവിടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ പാക്കുകളും കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതല്ല, പക്ഷേ ഈ പാക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ നോർമലി ഇത് ഇരുന്ന് ഉണങ്ങി വരുന്ന ആ ഒരു ഡ്രൈ ആയി വരുന്ന ഒരു ടൈമിൽ ഒന്ന് വെള്ളം നനച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഹാർഡായിട്ടല്ല, കുറച്ച് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ എൻ്റെ ഫേസ് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം. ഒന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്യാം. ചെറുതായിട്ട് മസാജ് ചെയ്തായിരുന്നു. ഞാനിനി ഈ ഒരു ഭാഗത്തുനിന്നൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് റിമൂവ് ആയിട്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഞാൻ എന്തായാലും ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി വാഷ് ചെയ്തിട്ട് വരാം. ഞാനപ്പോൾ ഫേസ് വാഷ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിപ്പോൾ ആകെ വേറെ ഫേസിൽ ഞാൻ വേറെ ക്രീമോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇട്ടിരിക്കുന്ന ഒരു ലിപ് ബാമാണ്. അതെൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര നേരം ലോങ് ആയിട്ടൊരു വീഡിയോ ആയിരുന്നില്ലേ, കറണ്ടൊക്കെ പോയതുകൊണ്ട് അത്ര നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് അങ്ങനെ ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയവർ മാത്രം, എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറയാനുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കമൻറ്റ് പറയുക. ഇനി ഇതുപോലത്തെ ഒത്തിരി ടിപ്സൊക്കെ ആയിട്ട്, ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കമൻസൊക്കെ, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയെങ്കിൽ അതാണെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ അത് ബെറ്റർ ആക്കി ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.